കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പരിവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു സമാന്തര സെമിനാറായിരുന്നു, വിദ്യാഭ്യാസ സെമിനാറാണ്. അതിനകത്ത് പിന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ പ്രതിനിധി, ACTയുടെ പ്രതിനിധി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മേളനത്തിൽ സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെയും പിന്നെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, പ്രത്യേകിച്ചും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് ഞാൻ സംസാരിച്ചത്. അതിൽ പ്രധാനമായിട്ട് അതിനുശേഷമാണ് പിന്നെ ഇതിന്റെ ഉദ്ഘാടനവും ഇന്ന് VC-മാരുടെ സമ്മേളനം നടക്കുന്നത്. അതിലല്ല VC എന്നുള്ള രീതിയിൽ ഞാൻ പങ്കെടുത്തത്. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാനായിട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിചക്ഷണരാണല്ലോ ഈ വിഷയം പങ്കുവെക്കേണ്ടത്. ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ എടുക്കേണ്ടുന്ന നടപടികൾ പ്രധാനമായിട്ടും വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ അവതരിപ്പിച്ചത്. അതല്ലാതെ ആ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലോ ഒന്നും ഭാഗമാകുക ആയിരുന്നില്ല ചെയ്തതെന്നുള്ളതാണ് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിഷറീസ് യൂണിവേഴ്സിറ്റി, ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഒരു സവിശേഷമായ യൂണിവേഴ്സിറ്റിയാണ്. ഒന്നിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഓഷ്യൻ സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ്. അപ്പോൾ ഈ സർവകലാശാലയിലെ പരിപാടികൾ നടക്കുന്നത്, ബിരുദ പരിപാടികൾ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൃഷി മന്ത്രാലയവുമായിട്ട് ചേർന്നിട്ടുള്ള ICAR-ഉമായിട്ട് ചേർന്നിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റിന്റെയും ഫണ്ടിങ്ങും എല്ലാം കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഇത്തരം ആശയങ്ങളിൽ സമന്വയം വേണമെന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണം എന്നുള്ള രീതിയിൽ ഇതിനകത്തുള്ള രാഷ്ട്രീയമല്ല, എങ്ങനെയാണ് കുഫോസിനെ അടുത്ത തലത്തിലേക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സർവകലാശാലയാക്കി, ഏറ്റവും ടോപ്പ് റാങ്കിങ്ങുള്ള സർവകലാശാലയാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനകത്ത് വേറൊരു പരിഗണനയും വരുന്നില്ല. പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ സർവകലാശാലയെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഫിഷറി സർവകലാശാലയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള സമവായത്തിന്റെ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇല്ല, അത്തരം പിന്നെ എപ്പോഴും വിധവാദമായത് RSS സംഘചാലക പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂടെ VC പങ്കെടുക്കുന്നില്ല. അങ്ങനെയല്ല, ഞങ്ങൾ വിദ്യാഭ്യാസ സെമിനാറിൽ മാത്രമാണ് ഭാഗവാക്കായത് എന്നുള്ളതാണ്. ഇന്ന് VC-മാരുടെ സമ്മേളനം നടക്കുന്നുണ്ട്. 100-200 VC-മാരുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അതിനകത്ത് ഞാൻ പങ്കെടുക്കുന്നില്ല.